ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങ വറുത്തരച്ച സ്രാവ് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതോടൊപ്പം നല്ല ടേസ്റ്റി തോരനും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തരച്ച മീൻകറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചിരകി എടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. തോരന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്രാവിൻ്റെ തൊലിയും തലയും വാൽഭാഗമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. സ്രാവ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അതൊന്ന് നല്ല ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള അരം പോലത്തെ ഇത് കളഞ്ഞേ എടുക്കാവൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് കൊണ്ട്. ഒരു തുണിക്കോ അല്ലെങ്കിൽ പിച്ചാത്തിക്കോ അത് കളഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള തലയും തൊലിയൊക്കെയാണിത്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും പെരിഞ്ജീരകവും പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത്. ഈ അരപ്പ് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇത് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തോരൻ റെഡിയാകുമ്പോഴേക്കും നമുക്ക് മീൻകറിയും റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി 2 കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള തണുത്തിരിക്കുന്ന തേങ്ങ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം 2 പച്ചമുളകും 3 പീസ് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരപ്പൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സ്രാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ സ്രാവുണ്ട്. മീൻ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കുക. കറി ഒന്ന് തിളച്ച് നന്നായിട്ട് വറ്റി മീനെല്ലാം വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച മീൻകറി സ്രാവ് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. കറി നന്നായിട്ട് കുറുകി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് തേങ്ങ വറുത്തരച്ചതിൻ്റെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മുടെ തോരനും ഇവിടെ റെഡിയായിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇനി സ്രാവ് വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.